My first time to order after cutting. After bahasa Hindi, KG. KG. Very nice. Yeah. വെരി നൈസ്. സോ നമ്മളിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ശനിയാഴ്ച രാവിലെ ഞാൻ ഫോർട്ട് കൊച്ചി വന്നതാണ്. ഇതിപ്പോൾ ഞായറാഴ്ച രാവിലെ 7:30. അതായത് ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ നല്ല മഴയായിരുന്നു. മഴ കാരണം എനിക്ക് ഒന്നും പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മഴ. സോ അപ്പോൾ ഇന്ന് രാവിലെ ചെറുതായിട്ട് മഴയൊന്ന് മാറിയപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. ഇതാണ് അപ്പോൾ രാവിലെ നമുക്ക് ചുമ്മാ ഒന്ന് നടന്നു നോക്കാം. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ടിനെ കിട്ടിയിരിക്കുന്നത് നൗ ഫ്രം ജപ്പാൻ ടോക്കിയോ. അപ്പോൾ ഇങ്ങനെ കൊച്ചി സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഒരു ജപ്പാൻ കേരളം സ്റ്റോറിയാണ് നിങ്ങളിത് കാണാൻ പോകുന്നത്. We can go till there. യെസ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ എന്താണ് ചേട്ടാ അവിടെ വയ്ക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? No, it's okay. Just take a picture. നമ്മുടെ നവോയ്ക്ക് ചൈനീസ് നെറ്റ് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഞങ്ങളവിടെ നിന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ എൻട്രി ഫീ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരാം. എൻട്രി ഫീ കൊടുത്ത് ചൈനീസ് നെറ്റ് കാണേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഇവിടെ നിന്ന് കാണാം. So what is your opinion on Kochi, Fort Kochi? Kochi is very nice. It's not like India. Here is very like a European culture, and the food also quite different in North India. I buy this shop. Which one? Yes, Okay. I bought directly. So you bought fish and you went to the hostel? Yes, I cook myself. So ഇവിടെ കുറേ മീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. So now is so excited about fish. ആളെന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെ വന്ന് ഇവിടെ മീൻ വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് പോയി കുക്ക് ചെയ്ത് കഴിച്ചു, ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട്. ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇതൊക്കെ കാണുമ്പോൾ. ഭയങ്കര ക്ലീൻ ആണെന്നാണ് ആള് പറയുന്നത് ഇവിടെ ഉള്ളത്. Now I'm convincing you to buy that local stuff. It's very nice. Be careful, okay? Oh, basket chalo. Actually it's little slippery. Yes. Also, you know that the pickles very nice. Oh. No, pineapple pickles very Pineapple nice. pickles. Yes, So you tried once, right? I try. Yes. പക്ഷെ ആൾ ഇവിടെ ഇന്ത്യയിൽ വന്നിട്ട് ഹിന്ദി പഠിച്ചു, എങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷെ നല്ലൊരു വൈബാട്ടോ അദ്ദേഹത്തിന് ഇയാളുടെ കൂടെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നൈസ്. സോ ഹാവ് യു എവർ ട്രൈഡ് ഫിഷിംഗ് ഇൻ ജപ്പാൻ? No. നോ. It's difficult. ഡിഫിക്കൽട്ട്. ഇവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. സോ ഇവിടെ അത്യാവശ്യം മീൻ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ലോക്കൽ ഫോർട്ട് കൊച്ചിയിലുള്ള ആളുകളാണ് കേട്ടോ. I saw like this in Sri Lanka, but not like this. Yes. Okay. It's a small one. പുള്ളിക്കാരൻ ആളൊരു സംഭവം കേട്ടോ. ആള് രാവിലെ 6 മണിയായപ്പോൾ എഴുന്നേറ്റിട്ട് ചൈനീസ് നെറ്റ് വല വലിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു, അതായത് വല വലിക്കുന്നത് കണ്ടിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രാവിലെ 6 മണിയായപ്പോൾ പോയിട്ട് ഇതൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടെന്ന്. എനിക്കും മിസ് ചെയ്തു കേട്ടോ ശരിക്കും പറഞ്ഞാൽ. And also pickles. Oh, pickle. Yes. So pickle is your favorite, right? Yes. It's a little spicy. Kita rupiah. Anna. 30. Huh? 20. Actually, how is it? So that's. ഇവിടെ സീ ഭയങ്കര റഫാണ്. അതായത് മഴക്കാലം ആയതുകൊണ്ടാണ് ഭയങ്കര റഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഫോർട്ട് കൊച്ചി ബീച്ചിൽ ഇത്രയും സീ ഇങ്ങനെ കലങ്ങിയ വെള്ളം കാണുന്നത്. മോനെ ഇവിടെ ഒരാൾ കിടന്ന് കാണിക്കുന്നുണ്ട്. ഇത് സർക്കസാണോ? ഷോപ്പുകളെല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. കുറച്ച് കോഫി ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടോ ഹിപ്പി ടൈപ്പ് ഓഫ് ഡ്രസ്സസ് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. സർ ദിസ് ഇസ് ലോക്കൽ കേരള സുവനിയേഴ്സ് ലൈക്ക് ആൻഡ് ദിസ് ഈസ് ദ ഹൗസ് ബോട്ട്, ലോക്കൽ ഹൗസ് ബോട്ട് ഓഫ് കേരള. യു ക്യാൻ സീ നാലപ്പി. rupiah. യാ Rupiah. ചേട്ടാ ഇതിനെന്താ വില? 100 രൂപ. യാ 100 rupees. യു ആർ റൈറ്റ്. ഞങ്ങളുടെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടക്കുവാണ് കടൽ കണ്ടിട്ട്. So you are enjoying the sea, right? Yes. ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരനെ ഞാനാണോ എന്നെ ആളാണോ കൊണ്ടുവന്നത് സംശയം തോന്നുന്നു. കാരണം ഈ പുള്ളിക്ക് എല്ലാ അത്യാവശ്യം നടന്ന എല്ലാ വഴികളും അറിയാം. ഇവിടുത്തെ അതുപോലെ തന്നെ ഫ്രാൻസിസ്കൻ ചർച്ച്, അതുപോലെ തന്നെ സിനഗോഗ്, ഈ പറഞ്ഞ മറ്റേ ചീനവല വലിക്കുന്ന കാര്യം, ഇതെല്ലാം ആൾക്ക് നല്ല ധാരണയാണ്. അപ്പം ഞാൻ ആളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ആൾ എന്നോട് പറയുകയാണ്, ഓക്കെ ബ്രോ ഇതിങ്ങനെയാണ്.
അപ്പോൾ നമ്മൾ നടന്ന് ഡച്ച് സെമിട്രിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഓപ്പൺ ഫോർ പബ്ലിക്. ഡച്ച് സെമിട്രി. സോ ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലോസ്ഡ് ആണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രോപ്പർട്ടി ഓഫ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ എസ്ര സിനിമയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗമാണ് അവർ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു. കുറേ കല്ലറകൾ ഇവിടെയുണ്ട്. പുള്ളിക്കാരൻ ഇവിടെ നിന്ന് ഫുൾ ഫോട്ടോ എടുപ്പാണ്. ആള് ഫുള്ള് ഫോട്ടോയുടെ ആളാന്ന് തോന്നുന്നു. എവിടെയെല്ലാം വെച്ച് ഫോട്ടോ എടുക്കും, അവിടെ എല്ലാം ഫോട്ടോ എടുക്കുന്നു. സോ ഡച്ച് സെമിട്രി ആണ്. ഇവിടെ നിന്ന് പോവാം. ഇവിടെ വേറെ കാണാനൊന്നുമില്ല. ഇവിടെ ഡച്ച് സെമിട്രിയുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. യു വാണ്ട് ട്രൈ? ഐ ക്യാൻ ബൈ വൺ. ചേട്ടാ ഒരു കരിക്ക് വരുമോ? Because I need to have a lunch. Can I take a picture? One. 60, 70. 60. Some here is the coconut is the taste very mild. Very, very good, yes. You want to try? Okay. Little bit more. Oh, no, it's okay enough. Small. He will cut. This one you can. Oh, very soft. It's very soft. Yes. Oh, how is it? Very nice, yeah. Very nice, no? Okay. Oh, it's very Yeah. soft. It's nice. Yes. മൂത്തിട്ടില്ല. ഇളം തേങ്ങയാണ്, അതുകൊണ്ട് ഒരുപാട് സാധനങ്ങളില്ല. പക്ഷെ കുഴപ്പമില്ല, കൊള്ളാം. Where are you staying? Sorry? Which place you staying? സാന്റാ മരിയ എന്ന് പറഞ്ഞ ഹോസ്റ്റലില്ല. അങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ചിൻ്റെ അവിടേക്ക് പിന്നെ എത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ കുർബാന കഴിഞ്ഞില്ല. പക്ഷെ അകത്തേക്ക് പോകാൻ സെക്യൂരിറ്റി സമ്മതിക്കില്ല. എന്ത് ചെയ്യും? പ്രെയർ കഴിഞ്ഞില്ല, അപ്പോൾ അകത്തേക്ക് പോകാൻ പറ്റില്ല. 1 മണി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. നോക്കാം. ബിൽഡിംഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതെന്താണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതാണ് ബിഗ് ബി സിനിമയിലെ മമ്മൂട്ടിയുടെ വീട്. അപ്പം ഞാൻ രാവിലെ വന്നപ്പോൾ എനിക്കൊരു സിമിലാരിറ്റി തോന്നി ഈ സിനിമയായിട്ട് കമ്പയർ ചെയ്തപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പം എനിക്ക് കാണിച്ചത്, അതായത് ബിഗ് ബി സിനിമയിൽ മമ്മൂട്ടി ഇറങ്ങി വരുന്നൊരു സീനുണ്ടല്ലോ, ഇതാണ് ഗൈസ്. മാസ്കോ ഹോം സ്റ്റേ എന്ന് പറഞ്ഞ പേരിലാണ് ഇവർ നടത്തുന്നത്. ഇതൊരു ഹോം സ്റ്റേ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് താമസിക്കാം. പക്ഷേ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഓർമ്മ. അതായത് നമ്മൾ പണ്ട് കാലത്ത് ബിഗ് ബി സിനിമ കാണുമ്പോൾ ഒരു എന്താ പറയുക, മമ്മൂട്ടി താമസിച്ച ആ ഒരു വീടും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ ലോക്കൽ നമ്മുടെ ഇറച്ചിക്കടയിൽ പോയിട്ടുണ്ട്. ദിസ് ഈസ് എ ലോക്കൽ മീറ്റ് ഷോപ്പ്. ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഇറച്ചിക്കടയിൽ വന്നിരിക്കുകയാണ് ഞങ്ങൾ. The local, meat shop. Yes, I know. But for me, first time to order after cutting. We can eat raw fish. Raw cooking. Okay. No cooking. If like a restaurant. Oh, okay. സാധാരണ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അതെ. Cooking. If you want go inside and പുള്ളിക്ക് അകത്ത് പോയി കാണുമ്പോൾ ഇറച്ചി വിടുന്ന് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇത്തിരി കുക്ക് ചെയ്ത് കഴിക്കില്ലല്ലോ ജപ്പനീസുകാര്. Okay, good. No, this is not the right one. These local people are very friendly. Yeah, when I went there, when I was standing there, they were asking me to take the video. ഞങ്ങളിങ്ങനെ ഇനിയിപ്പം സിനഗോഗിലേക്ക് പോകണം നമുക്ക്. Hindi थोड़ा. Bahasa Hindi. अब bahasa Hindi. थोड़ा. नहीं, okay. कोई बात नहीं. Okay. Okay. I remember. Okay. അപ്പൊ നാളെ രാവിലെ വന്ന കുഴപ്പമില്ല അല്ലേ? So early morning you can come and purchase. Okay. So they are telling by tongue. They're telling it's because of Sunday. अच्छा. 600, 400. They're telling it's 400 here. 400 rupees. kg. People are looking at us like we are on the middle of the road. നമ്മുടെ സിനഗോഗിലേക്ക് പോകുന്ന വഴിയിലുള്ള മാർക്കറ്റാണ്. കുറേ കടകളുണ്ട് ഇവിടെ.
അന്തരീക്ഷം ആകെ മൂടി കെട്ടി ക്ലൗഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം മഴ പെയ്യും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. പുറത്ത് നല്ല മഴയാണ്. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പേ ക്ലൗഡി ആയിട്ട് കിടക്കുന്നത്, നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. It's raining bro, it's raining. So what we will do, you have taken umbrella, right? Maybe killing a time. ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പിന്റെ ഫ്രണ്ടില് ഞങ്ങളുടെ മഴ തിരിക്കുകയാണ്. മഴ കാരണം എങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥ. അയ്യോ നല്ല മഴയാണ്. മഴ പോയില്ല. മഴ പോയെന്ന് ഓർത്തോണ്ട് ഞങ്ങൾ ഇറങ്ങിയതാ. ഞങ്ങൾ മൊത്തം മഴയത്ത് നനഞ്ഞ്. Church, I think it's a church maybe. Yes, we can go. It's a church, yeah. It's a Catholic church. ഒരു പള്ളി കണ്ടപ്പോൾ പുള്ളിക്ക് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പള്ളിയിലേക്ക് പോവുകയാണ്. ഈ പള്ളി കൊള്ളാം കേട്ടോ. ഇവിടെ ഒരു കുരിശുണ്ട്. ഒരു T ഷേപ്പിലുള്ള ഒരു കുരിശാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഗ്ലാസ് വിൻഡോസിൽ കുറച്ച് പെയിൻറ്റിങ്ങുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പള്ളിയുടെ അകത്തേക്ക് നമുക്ക് കയറാം. ഇതൊരു പള്ളിയിൽ ആരുമില്ല, പ്രയറൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. പുള്ളി പ്രാർത്ഥിക്കുന്നത്. ഈസ് നോട്ട് എ ക്രിസ്ത്യൻ ബട്ട് ഹി ഡസ് റെസ്പെക്ട് ഓൾ ദ റിലീജിയൻ. ചർച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം ഈ ചർച്ച് ഫുള്ളും ക്ലേയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കളിമണ്ണ് വെച്ചിട്ടാണ്. അതായത് കോൺക്രീറ്റോ അയണോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഫുൾ ക്ലേയിലാണ്. ഒരു ഡോം ഷേപ്പിലാണ് ഈ ചർച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഇതിനൊരു 3 നാഷണൽ അവാർഡ്സൊക്കെ എന്തോ കിട്ടിയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ അതോറിറ്റീസിനോട് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞത്. ഇതുണ്ട്, അത് വിശ്വസിക്കാൻ പറ്റുക. ഫുൾ ക്ലേയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. കണ്ടോ, ഡൂം ഷേപ്ഡാണ്. അതായത് ഓരോ ആർച്ചും ഒരു 4 ആർച്ചുകളും അതിൻ്റെ മുകളിൽ ഡോം ഷേപ്പ്. ഓ, ഇതൊരു 1.5 ഒരു സംഭവം കേട്ടോ. ബ്രോ, ഷാൽ വി ഗോ? Yes. ചലോ. ഞങ്ങൾ മഴയിലൂടെ ഇങ്ങനെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ കുറേ തിരക്കുള്ള ഒരു സ്ട്രീറ്റാട്ടോ. അത് കുറേ 2 വീലേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ലോക്കൽ മാർക്കറ്റാണ്. ആളുകളുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം കാണാൻ വേണ്ടി പറ്റും. ലോട്ടറി വിൽക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ ചെറിയ ചെറിയ കച്ചവട സ്ഥാപനങ്ങൾ, ഇറച്ചി വിൽക്കുന്ന കട, അങ്ങനെ നമ്മൾ മട്ടാഞ്ചേരി ബസാർ റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ബസാർ റോഡ്, മട്ടാഞ്ചേരി. മഴ മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. ഭയങ്കര മഴയാണ്. പിന്നെ ശരിയാണ്, മഴക്കാലത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അല്ലേ. അവസാനം നമ്മൾ ജൂ ടൗൺ റോഡിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജൂ സ്ട്രീറ്റ് ഇവിടെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ കുറേ നാളെ ഇങ്ങോട്ട് വന്നിട്ട്. No, it's a new. Yes, I know. ശിവ. മൊത്തം മഴയാണ് ഗൈസ്. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയ ഉരുളി പോലത്തെ സാധനം. ഇതെല്ലാം ആൻറ്റിക് സാധനങ്ങളാണ് കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് നമ്മുടെ എന്തി പുള്ളി അങ്ങ് പോയിട്ടോ. അയ്യോ, മഴയായതുകൊണ്ട് ഇവിടെ ആളുകളെല്ലാം ഓരോ കടയുടെ സൈഡിൽ കൂടെ കയറി നടക്കുകയാണ്. സോ ഇറ്റ്സ് എ കാർ, യു ഷുഡ് ബി കെയർഫുൾ. അങ്ങനെ നമ്മൾ അവസാനം ജൂ സ്ട്രീറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. മഴയായതുകൊണ്ട് ഇവിടെ എല്ലാം ഒരു വകയായിട്ടാണ്. പക്ഷെ മഴയായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് കേട്ടോ. എന്താ ചെയ്യുക, മഴയായി പോയില്ലേ. പക്ഷെ മഴയത്ത് ഇവിടെ വരുന്നതും വേറൊരു വൈബാണ് കേട്ടോ. മഴ ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം ജ്വല്ലറി, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ആൻറ്റിക് സാധനങ്ങൾ, സുവനീറുകൾ, ഇതാണ് മെയിനായിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇവിടെ അതിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ. ധാരാളം ആളുകൾ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ധാരാളം ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ പഴക്കം എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ക്ലാസിക് ലുക്കാണ്. അങ്ങനെ ഇവിടെ നമ്മൾ സിനഗോഗിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് ജൂയിഷ് സിനഗോഗ്. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്. എൻട്രി ഫീസ് കൊടുത്ത് അകത്തേക്ക് കയറേണ്ടി വരും. ഇവിടെ ആളുകൾ ധാരാളമായിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കൊച്ചിൻ പരദേശി സിനഗോഗ്. വിസിറ്റിംഗ് അവേഴ്സ് 10 മണി തൊട്ട് 6 മണി വരെ. ഓക്കെ, നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഇവിടെ കയറാം. ഇവിടെ ധാരാളം ആളുകൾ ഫോട്ടോയൊക്കെ എടുത്ത് തരുന്നുണ്ട്. സോ ദർ ഇസ് എ സെക്യൂരിറ്റി ചെക്ക്, റൈറ്റ്? Yes, security check. അങ്ങനെ നമ്മൾ സിനഗോഗിൽ കയറാൻ പോവാണ്.
ഇവിടെ ചെരുപ്പ് ഊരിയിട്ടിട്ട് കയറണം എന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് സിനഗോഗിനകത്തേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ഇതാണ് ജൂയിഷ് സിമ്പിൾ, ഒരു സ്റ്റാർ പോലത്തെ ഒരു സിമ്പിളാണ്, ജൂതന്മാരുടെ ഒരു സിമ്പിളാണ്. അത് വെച്ചിട്ട് ഒരു കുറേ ആൾക്കാരോട് ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടൊക്കെ എടുക്കുന്നു. നമ്മൾ സിനഗോഗിനകത്തേക്ക് കയറാം. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒരു കാം ആൻഡ് ക്വയറ്റ് പ്ലേസ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. ലൈറ്റുകൾ കണ്ടോ? ഈ ലൈറ്റുകൾ തന്നെ കാണാൻ വേണ്ടി നല്ല ഭംഗിയല്ലേ, ഒരു 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 എന്താ പറയുക, ഒരു ക്ലാസിക് ടച്ച്. ഇതാണ് ഇവരുടെ ആൽട്ടർ എന്ന് പറയുന്നത്. ഇവിടെയാണ് അവരുടെ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുക. സോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിറ്റിംഗ് ഓൺ സ്റ്റാൻഡിങ് ഓൺ ദ സ്റ്റെപ്പ് ഇസ് നോട്ട് പെർമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പാടില്ല. ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു കൗതുകം തോന്നുന്ന ഈ വിളക്കുകൾ കണ്ടിട്ടാണ്. ഇത് കണ്ടോ, ആ വിളക്കുകൾ, ഇത്രയും വിളക്കുകൾ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഫീലാട്ടോ. ഈ ഒരു രക്ഷയില്ല, പൊളിച്ച സാധനം. ചിലതൊന്നും വർക്ക് ചെയ്യുന്നില്ല, ചിലതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക അടിപൊളി അടിപൊളി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ ഒന്നിലും തൊടരുത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. യു ഹാവ് ടു ബി സൈലന്റ്. ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എബൌട്ട് ദ പർദേശി സിനഗോഗ്, വൈ പർദേശി, ദ കോർട്ട്യാർഡ്. ഇതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വായിക്കാൻ വേണ്ടി പറ്റും. കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു. ഇനി ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകണം. നവം ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്നത്തെ ഡേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ആളെന്തോ ആൻറ്റിക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് എവിടെയോ ഷോപ്പിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പതിയെ നടന്നു പോവാം. നമ്മൾ വാസ്കോ ഡ ഗാമ സ്ക്വയറിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ വാസ്കോ ഡ ഗാമ സ്ക്വയറിലാണ് സെൻറ്റ് ഫ്രാൻസിസ് CSI ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. വാസ്കോ ഡ ഗാമേനെ 1502 അദ്ദേഹം മരിച്ചപ്പോൾ അടക്കിയ സ്ഥലമാണിത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ പോർച്ചുഗീസിലേക്ക് അദ്ദേഹത്തിൻ്റെ ബോഡി തിരിച്ചു കൊണ്ടുപോവുകയാണ് എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഈ ബീച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ട് ഇനി നേരെ എറണാകുളത്തേക്ക് പോകണം. തിരിച്ച് കണ്ണൂരേക്ക് പോകേണ്ടതാണ്. സോ ടുഡേയ്സ് ഇന്നത്തെ ഡേ വರ್ತല്ലേ. വി ആർ ബാക്ക് അറ്റ് ഹോസ്റ്റൽ നൗ. സോ എനി വേർഡ്സ് ടു മൈ കേരള പീപ്പിൾ? Oh, it's very nice. Great. Yeah. It's perfect. വെരി നൈസ്. ഓക്കെ, ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്തി കേട്ടോ. പിന്നെ ഈ പുള്ളി 2-3 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. ഞാൻ എന്തായാലും തിരിച്ചു പോകാം. നമ്മൾ താമസിക്കുന്ന സാന്റാ മരിയ ഹോസ്റ്റൽ, അതായത് ഫോർട്ട് കൊച്ചി വൈപ്പിനിലേക്ക് പോകുന്ന ആ ജങ്കാർ നമ്മൾ കണ്ടില്ലേ, അതിന് തൊട്ടടുത്തിട്ടാണ് ഈ സാന്റാ മരിയ ഹോസ്റ്റലുള്ളത്. നിങ്ങളിപ്പോൾ ഇവിടെ ഫോർട്ട് കൊച്ചിയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഹോസ്റ്റലാണ്. ഇവിടെ ഒരു കഫറ്റീരിയ ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫുഡുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നല്ല ഹോസ്റ്റാണ് കേട്ടോ, നല്ലൊരു ഹോസ്റ്റലാണ്. ഞാൻ എപ്പോഴും ഫോർട്ട് കൊച്ചിയിൽ വരുമ്പം ഞാൻ താമസിക്കാൻ എടുക്കുന്ന സ്ഥലമാണ്. ഞാൻ എപ്പോഴും ഇവിടെ തന്നെ ഈ ഹോസ്റ്റലിൽ തന്നെയായിരിക്കും താമസിക്കുക. ഹോസ്റ്റലും ഹോസ്റ്റലറൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഈ ഹോസ്റ്റലാണ്. ഒരു വൈബുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് പാക്ക് ചെയ്യണം.